ഹായ്, ഇത് 2025 മോഡൽ ഹോണ്ട CB350യുടെ ബേസ് വേരിയന്റ് ആയ DLX വേരിയന്റ് ആണ്. 2025ലേക്ക് വന്നപ്പോൾ ഈ വാഹനത്തിന്റെ ഓൺ റോഡ് പ്രൈസ് എത്രയാണ്, എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് ഈ ബേസ് വേരിയന്റിൽ ഹോണ്ട കൊടുത്തിരിക്കുന്നത്, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. 2024 മാനുഫാക്ചർ ചെയ്ത കുറച്ച് വാഹനങ്ങൾ അവൈലബിൾ ആണ്. അതിന് അത്യാവശ്യം നല്ല ഓഫറുകളും ഹോണ്ട കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്തെല്ലാം ഓഫറുകളാണ് വരുന്നത്, 2024 വേരിയന്റുകൾ എത്ര രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും, ഫീച്ചേഴ്സിൽ എന്തെങ്കിലും ഡിഫറൻസ് വരുന്നുണ്ടോ, അതും കൂടി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഹോണ്ട CB350യിലെ ബേസ് വേരിയന്റ് ആയ DLX വേരിയന്റ് ആണിത്. ഈ വേരിയന്റിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇതിന്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് 1,999,000 രൂപയാണ്. അതായത് 2 ലക്ഷം രൂപയ്ക്ക് 1 രൂപ കുറവ്. നമ്മളുടെ റോയൽ എൻഫീൽഡിന്റെ ക്ലാസിക് 350 അല്ലെങ്കിൽ ബുള്ളറ്റ് 350 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് മച്ച് ബെറ്റർ വാല്യൂ ഫോർ മണി വാഹനമായിട്ട് തോന്നിയത് നമ്മളുടെ ഈ CB350യുടെ ഈ ഒരു ബേസ് വേരിയന്റ് ആണ്. കാരണം അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു ബേസ് വേരിയന്റിൽ തന്നെ ഹോണ്ട ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫ്രണ്ടിൽ നിന്നുള്ള മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ലൈറ്റ്സുകളെല്ലാം കംപ്ലീറ്റ് LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. വാഹനം ഓൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് DRL ഫംഗ്ഷൻ ചെയ്യുന്നത് കാണാം. ഹൈ ബീമും ലോ ബീമും അതിനകത്ത് തന്നെയാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇൻഡിക്കേറ്റേഴ്സിലേക്ക് വന്നതിന് ഇൻഡിക്കേറ്റേഴ്സ് പ്ലസ് ഹസാർഡ് ലൈറ്റ് പ്ലസ് DRL എന്നുള്ള രീതിയിലാണ് ഈ സാധനം ഫംഗ്ഷൻ ചെയ്യുന്നത്. ഇപ്പൊ ഹസാർഡ് ഓൺ ആണ്, നമുക്ക് ഒന്ന് ഹസാർഡ് ഈസിലി ഓഫ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഒരു DRL പോലെ ഫംഗ്ഷൻ ചെയ്യുന്നത് കാണാനായിട്ട് പറ്റും. അപ്പോൾ മറ്റ് റോയൽ എൻഫീൽഡിന്റെ വാഹനങ്ങളിൽ ഇപ്പോഴും ഹാലജൻ കൊടുക്കുമ്പോൾ ഹോണ്ട CBയിൽ നമുക്ക് ഫുൾ LED യൂണിറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഈ വാഹനത്തിന്റെ ഒരു ഡ്യുവൽ ടോൺ കളറാണ് ശരിക്കും, ഒരു മാറ്റ് ഗ്രീൻ പ്ലസ് ബ്ലാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ഫ്രണ്ടിലെ ഫെൻഡേഴ്സ് ബാക്കിലെ ഫെൻഡേഴ്സ് ആ ഷോക്ക് അബ്സറിന്റെ പോർഷന് ഒരു ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. അതല്ല, നിങ്ങൾ ഈ ഒരു DLX വേരിയന്റ് ബ്ലാക്ക് കളറാണ് ചൂസ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്ക് വാഹനം കംപ്ലീറ്റ്ലി ബ്ലാക്ക് കളറിൽ ലഭിക്കും. എന്റെ ഒരു അഭിപ്രായത്തിൽ ഡ്യുവൽ ടോണിനേക്കാളും കുറച്ചുകൂടി നല്ലതായിട്ട് എനിക്ക് തോന്നിയത് ഒരു ബ്ലാക്ക് ഫിനിഷ് ആണ്. നമ്മൾ ഫ്രണ്ടിലെ സസ്പെൻഷൻ ടെലസ്കോപ്പിക് സസ്പെൻഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം ലോങ് ട്രാവലുള്ള സസ്പെൻഷൻ ആണ്. ഫ്രണ്ടിലെ ഫെൻഡേഴ്സ് കാര്യങ്ങൾ ഒരു സ്റ്റീൽ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. നമുക്ക് ഫ്രണ്ടിലെ ടയർ നോക്കുകയാണെങ്കിൽ 190 ഇഞ്ച് അലോയ് വീലുകളാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഡിസ്കുകൾ കാണാം. 310 mm ആണ് ഈ ഒരു ഡിസ്കിന്റെ സൈസ് വരുന്നത്. നമുക്ക് ഡ്യുവൽ ചാനൽ ABS ആണ് എല്ലാ വേരിയന്റുകളിലും ഹോണ്ട കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആ ABSന്റെ കൺട്രോൾ, അതിന്റെ വയർസ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. ഈ വശത്തായിട്ട് നമുക്കൊരു റിഫ്ലക്ടേഴ്സ് കാണാം. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ചങ്കി ടയറുകളാണ് ഫ്രണ്ടിൽ വരുന്നത്. നമ്മുടെ ബുള്ളറ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മച്ച് ബെറ്റർ ആയിട്ടുള്ള ടയറുകളാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. എല്ലാ വേരിയന്റുകളും ഡ്യുവൽ ഹോണുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വശങ്ങളിലേക്ക് വന്നാലാണ് ഈ വാഹനത്തിന്റെ യഥാർത്ഥ ഒരു വലിപ്പം നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. ഏകദേശം 2207 mm ആണ് ഈ വാഹനത്തിന്റെ ഓവറോൾ ലെങ്ത് വരുന്നത്. ഇതിന്റെ വീൽ ബേസ് നോക്കുകയാണെങ്കിൽ 1441, അത്യാവശ്യം നല്ല വീൽ ബേസ് ഉള്ള വാഹനമാണ്. എഞ്ചിനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ലോങ് സ്ട്രോക്ക് എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ പഴയ ബുള്ളറ്റിലെ കണ്ട രീതിയിൽ ആ എയർ കട്ട് ചെയ്ത് പോയി, എയർ കൂൾഡ് എഞ്ചിനാണ്. അപ്പൊ എയർ കട്ട് ചെയ്ത് പോകാനായിട്ടുള്ള ഒരു ലൈൻസ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നതാണ്. അതിന് ഇവിടെ എല്ലാം നമുക്ക് ഒരു മെറ്റൽ ഫിനിഷിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ ഹോണ്ട എന്ന് പറഞ്ഞ ഒരു ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു. ആ ഒരു പഴയ റെട്രോ ലുക്ക് കിട്ടാനായിട്ട് ആ ഒരു ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു. നമുക്ക് ടാങ്കിലെ ബാഡ്ജിങ് നോക്കുകയാണെങ്കിൽ ആ ഒരു പഴയ ഹോണ്ടയുടെ ലെറ്ററിങ് കാര്യങ്ങളാണ് വരുന്നത്. ഇവിടെ ഒരു ഗാർഡ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. ഇവിടെ നമുക്ക് ആ CB350 എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് ആണ്. ഈ ഇവിടെ നമുക്കൊരു സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. അതിന് താഴെയായിട്ട് നമ്മുടെ ബാക്കിലെ ഡിസ്ക് ബ്രേക്കിന്റെ ഫ്ലൂയിഡ് ഫില്ല് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കാണാനായിട്ട് പറ്റും. ഫ്രണ്ടിലെ ഫുഡ് സ്റ്റെപ്പ് നമുക്കൊരു റബ്ബർ ഫിനിഷോട് കൊടുത്തിരിക്കുന്നു. ബാക്കിലെ പില്യൻ ആൻഡ് ഫുഡ് സ്റ്റെപ്പ് നമുക്കൊരു ആ ഒരു മെറ്റൽ ഫിനിഷിൽ മാത്രമാണ് വരുന്നത്. അതിന്റെ മുകളിൽ റബ്ബർ ഗ്രിപ്പോ കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. ബ്രേക്സിന്റെ ലിവർ നമുക്കൊരു ബ്ലാക്ക് ഫിനിഷിനാണ് കാണാവുന്നത്. വളരെ ലോങ് ആയിട്ടുള്ള വളരെ വലിപ്പമുള്ള സൈലൻസറുകളാണ് വരുന്നത്. നമ്മളുടെ ബുള്ളറ്റിലൊക്കെ കണ്ട രീതിയിൽ ഉള്ള സൈലൻസ് ആണ്. ബുള്ളറ്റിന്റെ ഇപ്പൊ സൗണ്ട് പോയ സമയത്ത് എനിക്ക് തോന്നുന്നു CB350യുടെയും ഹൈനസിന്റെയാണ് ഏറ്റവും നല്ല തം ഫീല് തരുന്നൊരു സൗണ്ട് നമ്മൾക്ക് ലഭിക്കുക. എന്നാണെങ്കിലും ലോങ്ങിൽ നിന്നൊക്കെ നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള വാഹനമായിട്ട് തന്നെ ഇത് ഫീൽ ചെയ്യും. നമ്മൾ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു വേരിയന്റിൽ നമുക്ക് ഈ ഒരു ബ്ലാക്ക് ഫിനിഷിലുള്ള സീറ്റുകളാണ് വരുന്നത്. DLX Pro വേരിയന്റിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ആ ഒരു ബ്രൗൺ ഫിനിഷിലുള്ള സീറ്റ് കാര്യങ്ങൾ വരിക. ബാക്കിൽ നമ്മൾ നോർമൽ സസ്പെൻഷൻ കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അതിന് ടോപ്പിലായിട്ട് നമുക്ക് ആ ഒരു കവറിങ് ഒരു സിൽവർ ഫിനിഷിൽ കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ ഒരു ഗാർഡ് പോലെ ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു ബ്ലാക്ക് ഫിനിഷ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഡ്യുവൽ ചാനൽ ABS ആണ്. അപ്പോൾ ബാക്കിലും ഡിസ്ക് ബ്രേക്കുകൾ കാണാം. ബാക്കിലെ ഡിസ്ക് ബ്രേക്കിന്റെ സൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് 240 mm സൈസുള്ള അത്യാവശ്യം വലിപ്പമുള്ള ഡിസ്ക് ബ്രേക്ക് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിലും ഫ്രണ്ടിലും MRFന്റെ ടയറുകളാണ് വരുന്നത്. ബാക്കിലെ ടയറിന്റെ സൈസ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിലത്തേക്കാളും അത്യാവശ്യം വീതിയുള്ള ടയറുകളാണ്. 130/70R18. ഫ്രണ്ടിൽ 19 ഇഞ്ചും ബാക്കിൽ 18 ഇഞ്ച് വീതിയാണ് വരുന്നത്. 130 mm ആണ് ടയർ സൈസ്. നമ്മൾ ബാക്കിൽ നോക്കുന്ന സമയത്ത് അത്യാവശ്യം വലിപ്പമുള്ള ടയറുകളായിട്ട് നമുക്കത് ഫീൽ ചെയ്യും. എനിക്ക് തോന്നുന്നു ക്ലാസിക് 350 120 സെഷൻ ടയറുകളാണ്, 110 120 സെഷൻ ടയറുകളാണ് കൊടുത്തിരിക്കുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ ഇത് അത്യാവശ്യം വലിപ്പമുള്ള
ടയറുകളാണ്. ഇതിലെ ടൈലൈറ്റ് നോക്കുകയാണെങ്കിൽ ടൈലൈറ്റ് സെക്ഷൻ നമുക്ക് ഫുൾ LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഇൻഡിക്കേറ്റേഴ്സ് LED ആയിട്ട് തന്നെയാണ് വരുന്നത്. ഇതിപ്പോൾ വാഹനം ഓൺ ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഇത് ഫംഗ്ഷൻ ചെയ്യുന്ന കാണാൻ നല്ലൊരു ഭംഗിയാണ്. നമ്മൾ സ്റ്റോപ്പ് ലൈറ്റ് ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഇത് ഫുള്ളായിട്ട് കത്തുന്ന രീതിയിലാണ് അത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ ഒരു റിഫ്ലക്ടേഴ്സ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. ഇവിടെ ഹോണ്ട എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് ആണ്. നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ആക്സസറീസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു DLX വേരിയന്റ്. 10,000 രൂപ കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു ടൂറിംഗ് കിട്ടുന്ന രീതിയിൽ ബാക്കിലൊരു റെസ്റ്റും ഇവിടെ ഒരു കാരിയർ കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഫ്രണ്ടിലെ ക്രാഷ് ഗാർഡും വരുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ആക്സസറി ഡിസ്കൗണ്ട് കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കും. ഈ ബസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു സാരി ഗാർഡ് കാര്യങ്ങൾ കാണാനായിട്ട് പറ്റും. നമുക്കിവിടെ ഒരു ലോക്ക് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ഹെൽമെറ്റ് കാര്യങ്ങൾ ബുക്ക് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ചെയിന് കവർ കാര്യങ്ങളൊന്നും തന്നെ കൊടുത്തിട്ടില്ല. ടോപ്പിൽ ആ ഒരു കവർ മാത്രമാണ് വരുന്നത്. ഫ്രണ്ടിൽ നമുക്ക് ഗിയർ ലിവറിനെല്ലാം ഒരു ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഇവിടെ നമുക്ക് ഹോണ്ട എന്ന് പറഞ്ഞ ഒരു ബാഡ്ജിങ് കാണാനായിട്ട് പറ്റും. അടിച്ചിട്ടൊരു ക്രോം ഫിനിഷ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ വാഹനത്തിന്റെ ഹാൻഡിൽ ബാറിലേക്ക് വന്നാൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഹാൻഡിൽ ബാർ കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അതൊരു സിൽവർ ഫിനിഷ് കാര്യങ്ങളിൽ തന്നെ കൊടുത്തിരിക്കുന്നു. നമ്മുടെ മിറേഴ്സ് ആണെങ്കിൽ അത്യാവശ്യം നല്ല വിസിബിലിറ്റി ഉള്ള വലിയ മിററുകൾ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. ഇവിടെ നമുക്കൊരു പാസ് ലൈറ്റിന്റെ ഒരു ബട്ടൺ കൊടുത്തിരിക്കുന്നത് കാണാം. നമുക്ക് ഹോൺ കൊടുത്തിരിക്കുന്നു. അതിന് താഴെയായിട്ട് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് കാണാവുന്നതാണ്. ഡ്യുവൽ ഹോൺ ആയിട്ട് അത്യാവശ്യം നല്ല ഒരു ഹോൺ തന്നെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. താഴെ ഇൻഡിക്കേറ്റേഴ്സിന്റെ ബട്ടൺ. USA വന്നു കഴിഞ്ഞാൽ നമുക്ക് എഞ്ചിൻ കിൽ സ്വിച്ച് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിന് താഴെ നമുക്ക് ഹസാർഡ് ലൈനിന്റെ ബട്ടൺ കാണാനായിട്ട് പറ്റും. നമുക്ക് സ്മാർട്ട് വേരിയന്റിൽ ഇവിടെ വേറൊരു ബട്ടൺ കൂടെ വരുന്നതാണ്. DLX വേരിയന്റിൽ അതിന്റെ സ്മാർട്ട് കണക്ടിവിറ്റിയുടെ ഫീച്ചേഴ്സ് കാര്യങ്ങളാണ് വരുന്നത്. നമ്മുടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നാൽ അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് എല്ലാം വരുന്ന ഒരു ക്ലസ്റ്റർ യൂണിറ്റ് ആണ് വരുന്നത്. സ്പീഡോമീറ്റർ നമ്മൾക്ക് അനലോഗ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. അതിനടുത്ത് നമുക്ക് ഒരു ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ കാണാം. ഫ്യൂലിന്റെ ഗേജ് കാണാം. ഇത് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ബട്ടണുകൾ ഈ വശത്താലാണ് കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് ട്രിപ്പ് A, ട്രിപ്പ് B, ആവറേജ് ഫ്യൂവൽ, പിന്നെ റിയൽ ടൈം ഫ്യൂവൽ എഫിഷ്യൻസി, അങ്ങനെ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ലൈറ്റ് ഇൻഡിക്കേഷൻ, ട്രാക്ഷൻ കൺട്രോൾ ഓൺ ഓഫ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കും. നമുക്ക് ആ ഒരു ന്യൂട്രലിന്റെ ഒരു ഇത് കാണാം. EBSന്റെ ഒരു ബട്ടൺ കൊടുത്തിരിക്കുന്നു. പിന്നെ ഈക്കോ മോഡ്, വാഹനം ഡ്രൈവ് ചെയ്യുന്ന ഒരു ഈക്കോ മോഡിന്റെ ഒരു ഓപ്ഷൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അത്യാവശ്യം ഫീച്ചറിസ്റ്റിക് ആയിട്ടുള്ള മീറ്റർ നമുക്ക് DLX Pro വേരിയന്റിൽ ഒരു കണക്ടിവിറ്റി ഫീച്ചർ ഒരു ചെറിയൊരു മീറ്ററിന്റെ ഓപ്ഷൻ കൂടി നമുക്ക് ഇവിടെ വരുന്നുണ്ട്. അത് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ബട്ടണും നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. അങ്ങനെ അത്യാവശ്യം വേണ്ട എന്നാൽ ഒരു ന്യൂ ജെൻ വാഹനങ്ങളിൽ വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉൾപ്പെടുന്നതാണ് ഈ ഒരു CB350യുടെ DLX വേരിയന്റ്. CB350യുടെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ DLXലും DLX Proയിലും നമുക്ക് സ്ലിപ്പർ ടച്ച് വരുന്നുണ്ട്, ഡ്യുവൽ ചാനൽ ABS വരുന്നുണ്ട്, ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട്. നമ്മളുടെ റോയൽ എൻഫീൽഡിന്റെ ക്ലാസിക് 350 ബുള്ളറ്റ് 350 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിനകത്ത് സ്ലിപ്പർ ടച്ചോ അല്ലെങ്കിൽ ട്രാക്ഷൻ കൺട്രോളോ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. ABS മാത്രമേ വരുന്നുള്ളൂ. അത് ബേസ് വേരിയന്റുകൾക്ക് നമുക്ക് സിംഗിൾ ചാനൽ ABSും ടോപ്പിലേക്ക് പോകുമ്പോഴാണ് ഡ്യുവൽ ചാനൽ ABS വരുന്നത്. പക്ഷേ ഹൈനസിൽ രണ്ട് വേരിയന്റ് ആണ് വരുന്നത്. രണ്ട് വേരിയന്റിലും ഡ്യുവൽ ചാനൽ ABS ആണ് കൊടുത്തിരിക്കുന്നത്. ഹൈനസ് 350യുടെ എഞ്ചിൻ പവറിലേക്ക് വന്നു കഴിഞ്ഞാൽ 20.7 bhp ആണ് ഈ എഞ്ചിൻ ഉത്പാദിപ്പിക്കുന്ന ഒരു പവർ അറ്റ് 5500 RPM. ടോർക്ക് നോക്കുകയാണെങ്കിൽ 29.4 Nm ടോർക്ക് നമുക്ക് 3000 RPM ലഭിക്കുന്നു. അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഒരു ലോങ് സ്ട്രോക്ക് എഞ്ചിനാണ്. ഇതിലിപ്പോ സിപ്പർ ടച്ചും കൂടുതൽ ടോർക്ക് നമുക്ക് ആദ്യമേ ലഭിക്കുന്നത് കൊണ്ട് സിറ്റിയിലൊക്കെ ഉപയോഗിക്കാൻ നല്ല രസമാണ്. ഇപ്പൊ ലോങ് ടൂറിംഗ് ഒക്കെ പോവുകയാണെങ്കിൽ ഒരു 60 to 80 ആ ഒരു റേഞ്ചിലൊക്കെ നമ്മൾ ക്രൂസ് ചെയ്യുകയാണെങ്കിൽ പ്രത്യേകിച്ച് വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് അത്യാവശ്യം നല്ല ഫ്യൂവൽ എഫിഷ്യൻസിയോടുകൂടി നമുക്ക് ക്രൂസ് ചെയ്യാനായിട്ട് പറ്റും. ഈ വാഹനം കൊടുത്തിരിക്കുന്നത് 5 സ്പീഡ് ഗിയർ ബോക്സിൽ മാത്രമാണ്. മൈലേജ് നോക്കുകയാണെങ്കിൽ സിറ്റിയിൽ നമുക്കൊരു 35-നും 40-നും ഇടയ്ക്കും, ലോങ് റൈഡൊക്കെ ഹൈവേ പോവുകയാണെങ്കിൽ ഒരു 40-നും 45-നും ഇടയ്ക്കും ഈ വാഹനം മൈലേജ് നമുക്ക് തരും. അപ്പോ നമ്മളുടെ ബുള്ളറ്റൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പൊ പുതിയ എഞ്ചിനിലൊക്കെ 30 താഴെയാണ് മൈലേജ് എന്നാണ് പറയുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം ഫ്യൂവൽ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു വാഹനമാണ് നമ്മളുടെ CB350. ടൂറിംഗ് ഒക്കെ പോകുന്നവർക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിലാണ് ഇതിന്റെ ഒരു ടാങ്ക് കപ്പാസിറ്റി കൊടുത്തിരിക്കുന്നത്. 15.2 ലിറ്ററാണ് ഈ വാഹനത്തിന്റെ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. ഒരു ഫുൾ ടാങ്ക് ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ പോയാലും 500+ കിലോമീറ്റർ നമുക്ക് സിമ്പിൾ ആയിട്ട് ക്രൂസ് ചെയ്യാനായിട്ട് പറ്റും. റിസർവ് കൊടുത്തിരിക്കുന്നത് 2.7 ലിറ്ററിലെങ്ങാണ്ടാണ് റിസർവ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ റിസർവ് ആയി കഴിഞ്ഞാൽ ഏകദേശം ഒരു 100 കിലോമീറ്റേഴ്സ് ഒക്കെ നമുക്ക് റൈഡ് ചെയ്യാനായിട്ട്. CB350യുടെ 2025 ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന DLX വേരിയന്റ്, ഈ ബേസ് വേരിയന്റിന്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് 1,99,999 രൂപയാണ്. അതായത് 2 ലക്ഷം രൂപയ്ക്ക് 1 രൂപ കുറവ്. ഓൺ റോഡിലേക്ക് വരുമ്പോൾ ഈ വാഹനത്തിന് 2,50,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ്. നിങ്ങൾക്ക് 5,000 രൂപയുടെ കോർപ്പറേറ്റ് ഓഫർ അവൈലബിൾ ആണ്. ആ ഓഫർ നിങ്ങൾ എലിജിബിൾ ആവുകയാണെങ്കിൽ 2,45,000 രൂപയ്ക്ക് ഈ ഒരു ബേസ് വേരിയന്റ് നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. ഇതിന്റെ സെക്കൻഡ് വേരിയന്റ് ആയ DLX Proയിലേക്ക് വന്നാൽ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് 2,18,000 രൂപയും ഓൺ റോഡിലേക്ക് വരുമ്പോൾ ഏകദേശം 2,80,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്.
അപ്പോൾ DLXും DLX4 തമ്മിൽ ഏകദേശം 35,000 രൂപയുടെ ഡിഫറൻസ് വരുന്നുണ്ട്. അത്രയും മേജർ ആയിട്ടുള്ള ഡിഫറൻസ് വരാനായിട്ടുള്ള റീസൺ ഇതിനകത്ത് ലക്ഷറി ടാക്സ് ആഡ് ആവുന്നതുകൊണ്ടാണ്. 2 ലക്ഷം രൂപയ്ക്ക് എക്സ്ഷോറൂം പ്രൈസിന് മുകളിൽ വരുന്ന വാഹനങ്ങൾക്ക് 17,000 രൂപയാണ് ലക്ഷറി ടാക്സ് വരുന്നത്. ആ ലക്ഷറി ടാക്സ് വരുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ രണ്ട് വേരിയന്റ് തമ്മിൽ 35,000 രൂപയുടെ ഡിഫറൻസ് വരുന്നത്. 2025 മോഡൽ വാഹനങ്ങൾക്ക് 10 കൊല്ലത്തെ വാറന്റിയാണ് കമ്പനി കൊടുക്കുന്നത്. 10 കൊല്ലം നിങ്ങൾക്ക് എന്ത് പ്രശ്നം വന്നാലും ഡയറക്റ്റ് ഷോറൂമിലേക്ക് കൊണ്ടുവരാം. മീൻസ് ആക്സിഡൻസ് കാര്യങ്ങളല്ല, അതല്ലാണ്ട് വണ്ടിയുടെ മാനുഫാക്ചറിംഗ് പരമായിട്ട് എന്ത് ഇഷ്യൂസ് ആണെങ്കിലും നിങ്ങൾക്ക് 10 കൊല്ലത്തെ വാറന്റി, അല്ലെങ്കിൽ 1,30,000 കിലോമീറ്റർ, ആ ഒരു രീതിയിലാണ് വാറന്റിയുടെ കണ്ടീഷൻസ് വരുന്നത്. അതുപോലെ തന്നെ 2024 മാനുഫാക്ചർ ചെയ്ത കുറച്ച് വാഹനങ്ങൾ അവൈലബിൾ ആണ്. അത് DLXലും DLX4ലും വരുന്നുണ്ട്. 2024 മാനുഫാക്ചർ ചെയ്ത വാഹനങ്ങളാണ് എങ്കിൽ നിങ്ങൾക്ക് 10,000 രൂപയുടെ ക്യാഷ് ഡിസ്കൗണ്ടും വരുന്നുണ്ട്. അതായത് DLX വേരിയന്റ് 2024 മാനുഫാക്ചർ ചെയ്തതാണ് എങ്കിൽ നിങ്ങൾക്ക് 2,35,000 രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് 30,000 രൂപയാണ് ഈ വാഹനത്തിന് ഡൗൺ പേയ്മെന്റ് വരുന്നുള്ളൂ. 30,000 രൂപ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് DLX ആണ് DLX4 ആണെങ്കിൽ ഓൺ റോഡ് ഇറക്കാം. 5 കൊല്ലത്തേക്കുള്ള EMI ഓപ്ഷൻസും വരുന്നുണ്ട്. ഏകദേശം 5,000 രൂപയുടെ അടുത്താണ് നമ്മൾക്ക് മന്ത്ലി EMI വരിക. അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വരുന്നു. ഹോണ്ട റിലേറ്റഡ് എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം. നിങ്ങൾക്ക് പുതിയ വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിലും എക്സിസ്റ്റിംഗ് ഓണർ ആണെങ്കിലും നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.